ഞങ്ങളെ കൂട്ടിക്കൊണ്ടേ കേസെടുത്തോളി. ഞങ്ങൾ ഈ നാട്ടുകാരെ മൊത്തം പേരിൽ കേസെടുത്തോളി. ഒരു വിഷയം ഞങ്ങൾ പറയാനുള്ളത് ഈ വീട്ടുകാർക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യവുമായി ബന്ധപ്പെട്ട അത് നിയമമാണെങ്കിലും പോലീസ് ആണെങ്കിലും ഇരകളോടൊപ്പം നിൽക്കണം. ഞങ്ങൾ അപ്പൊ അതിലൊരു വീഴ്ച വരും. അതിനുള്ള സാധനങ്ങൾ ചെയ്തു കൊടുക്കണം. നിങ്ങൾ വണ്ടി മറ്റുള്ള കാര്യം നിയമപരമായിട്ടാണെങ്കിലും പുതിയ കാലഘട്ടം. അതെ സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ഇന്നലെ നടന്ന ഒരു അപകടത്തിന്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്നു. നോക്കിയ ഈ വീടിന്റെ അവസ്ഥ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ ഇതേതോ ഒരു പ്രൊഫസറാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അവർ സെറ്റിൽമെന്റ് വന്നിട്ടുണ്ട്. നോക്കി, ഈ ഒരു വീട് ശരിയാക്കി കൊടുക്കാൻ 5000 രൂപ. 5000 രൂപ എന്ന് പറയുന്നത് എനിക്ക് മടിയുണ്ട്. 5000 ഉലുവയാണ് ഓല് കൊടുക്കാന്ന് പറഞ്ഞത്. ഈ വീട് ഇങ്ങനെ പൊളിഞ്ഞിട്ട് ശരിയാക്കി കൊടുക്കാൻ 5000 ഉലുവ. 5000 രൂപ പറയണില്ല. പ്രൊഫസറാണ് പോലും. ആര് തന്നെയായിരുന്നാലും ആ വീട് കണ്ടിട്ട് തന്നെ സങ്കടം വരും. പിടിച്ചു വിട്ടിട്ട് 5000 രൂപ നഷ്ടപരിഹാരം. നാട്ടുകാർ പ്രതിഷേധിച്ചതിന് തെറ്റൊന്നുമില്ല. അവൻ്റെ വേണമെങ്കിൽ അവൻ്റെ കുടുംബം വരെ പണയം വെച്ച് പൈസ എടുത്ത് കൊടുക്കേണ്ടി വരും. ആ മാതിരിയുള്ള കട്ടായ അവനെ വണ്ടി കൊണ്ട് ഇടിച്ച് കയറ്റി കാണിച്ചു വെച്ചാണ്. പിന്നെ 5000 രൂപ നഷ്ടപരിഹാരം കൊടുത്തു. ഏത് പ്രൊഫസറാണ് ഈ പുള്ളീനൊക്കെ പിടിച്ച് പ്രൊഫസറാക്കണവന്മാരെ പിടിച്ചു വിട്ടു അടിക്കുക, അടല് വെട്ടടിക്കുക. അവിടുത്തെ ആ കോളേജിലെ കുട്ടികൾ കയറി വന്ന പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി. 5000 രൂപ കൊടുക്കുക. ഫുള്ളും കാശങ്ങ് കൊടുത്ത് സെറ്റിൽമെൻ്റ് ആക്കിയാൽ മതി. ആ വീടും വേണമെങ്കിൽ പണിത് കൊടുത്ത് പാല് കാച്ചൽ കഴിയണ വരെ ഉള്ള പൈസ, പാല് കാച്ചലിൻ്റെ വരെ പൈസ ഇങ്ങനെ അടയ്ക്കണം.